ടൈറ്റൻ പേടകം തകർന്ന സംഭവത്തിൽ ഓഷ്യൻ ഗേറ്റ് കമ്പനി മുൻ ജീവനക്കാരന്റെ വെളിപ്പെടുത്തൽ പുറത്ത്. ഡേവിഡ് ലോക്ക്റിഡ്ജ് എന്ന ജീവനക്കാരൻ്റെതാണ് മൊഴി. സുരക്ഷാ വീഴ്ച സംഭവിക്കുന്നതായി നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കമ്പനി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ കടുത്ത വീഴ്ച വരുത്തിയെന്നും വെളിപ്പെടുത്തൽ. കഴിഞ്ഞ വർഷം ജൂണിലാണ് പേടകം പൊട്ടിത്തെറിച്ച് 5 പേർ മരിച്ചത്. ഐസൻ ജോസ് ചേരുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഐസൻ, ഇതൊരു ഞെട്ടിക്കുന്ന വിവരമാണല്ലോ പുറത്തു വരുന്നത്. കാര്യം, ജീവൻ കൊണ്ടാണോ ഈ കമ്പനി കളിച്ചത്? മുന്നറിയിപ്പ് ഉണ്ടായിട്ടും. തീർച്ചയായും പ്രദീപ്, ജീവൻ കൊണ്ട് കളിച്ചു എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഈ പുതിയ ഡേവിഡ് ലോക്ക്വുഡ് എന്ന് പറയുന്ന വ്യക്തിയുടെ വെളിപ്പെടുത്തലിൽ നിന്നും നമുക്ക് കൃത്യമായും അനുമാനിക്കേണ്ടത്. കാരണം നമുക്കറിയാവുന്നതാണ്, അന്ന് തന്നെ ഇതിനെ സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിൻ്റെ നിയന്ത്രണ സംവിധാനം, ഇതൊരു ടോയ് സംവിധാനം പോലെയാണ് ആഴക്കടലിൽ പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തെ നിയന്ത്രിച്ചിരുന്നത്. നമുക്ക് ഈ കുട്ടികളൊക്കെ കഴിക്കുന്ന വീഡിയോ ഗെയിമിൻ്റെ ഒരു കൺട്രോൾ ഹാൻഡിൽ പോലുള്ളൊരു സംവിധാനം ഉപയോഗിച്ചാണ് ഇതിനെ നിയന്ത്രിച്ചിരുന്നത് എന്നൊക്കെ വെറും നിസ്സാര തുകയ്ക്ക്, നമുക്ക് കേരളത്തിൽ പോലും ചിലപ്പോൾ ലഭ്യമാകുന്ന അത്രയും നിസ്സാര തുകയ്ക്ക് ലഭ്യമാകുന്ന ചില സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് അതിൻ്റെ നിയന്ത്രണം ഒരുക്കിയിരുന്നത് എന്നെല്ലാം തന്നെ വാർത്തകൾ അന്നേ പുറത്തു വന്നിരുന്നു. അത്തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളിലെ ഗുരുതരമായൊരു വീഴ്ച ഉണ്ടായിരുന്നുവെന്ന് ഇദ്ദേഹം, അതായത് ഈ ഡേവിഡ് ലോക്ക്വുഡ് എന്ന് പറയുന്ന വ്യക്തി തന്നെ പലതവണ റിപ്പോർട്ട് ചെയ്തിരുന്നു. 2018 ഇത് ആദ്യമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഈ പ്രശ്നത്തിൻ്റെ ഗുരുതരാവസ്ഥ സൂചിപ്പിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം US കോസ്റ്റ് ഗാർഡിന്, ഈ സംഭവത്തിലെ അപകടം അന്വേഷിക്കുന്ന അപകടം സംബന്ധിച്ച് അന്വേഷണം നടന്ന US കോസ്റ്റ് ഗാർഡിന് നൽകിയ മൊഴിയിലാണ് ഇക്കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഇത്തരത്തിൽ അപകട സാധ്യതയുണ്ടെന്ന് പലതവണ മുന്നറിയിപ്പ് നൽകുകയും അതിൽ കയറാൻ താൻ തയ്യാറായിട്ടില്ല, അതായത് അതിലൊരു എക്സ്പെർട്ട് പൈലറ്റ് കൂടിയായ അദ്ദേഹം കയറാനോ അതിൽ പ്രവർത്തിപ്പിക്കാനോ തയ്യാറായില്ല എന്നും പറയുന്നുണ്ട്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ടൈറ്റാനിക് കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ പോകുന്ന ടൂറിസ്റ്റുകൾക്ക് പോകുന്ന ഓഷ്യൻ ഗേറ്റ് കമ്പനി എന്ന് പറയുന്ന ഒരു ടൂർ ഓപ്പറേറ്ററാണ് ഈ പ്രവർത്തനം നടത്തിയിരുന്നത്. ഈ ആഴക്കടലിലേക്ക് ചെല്ലുമ്പോൾ ആഴക്കടലിൻ്റെ മർദ്ദവ്യതിയാനം സംബന്ധിച്ച് പല പഠനങ്ങളും നടത്തേണ്ടതുണ്ട്. സബ്മറൈനിലെല്ലാം തന്നെ ആ മർദ്ദവ്യതിയാനങ്ങൾ കൃത്യമായി കണക്കാക്കിയതിന് ശേഷമാണ് റൂട്ടും അതിൻ്റെ ഡൈവേർഷൻസും അതുപോലെ തന്നെ ഡൈവ് പോയിന്റുകളെല്ലാം തന്നെ തീരുമാനിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള യാതൊരു സംവിധാനവും ഈ യന്ത്ര സംവിധാനത്തിലില്ല എന്ന് മാത്രമല്ല, ആഴക്കടലിലേക്ക് ഒരു നിയന്ത്രണവുമില്ലാതെ ഇറങ്ങിച്ചെല്ലുകയും സ്വാഭാവികമായും ഓഷൻ കറണ്ട്, അണ്ടർ കറണ്ടുകളെല്ലാം തന്നെ ശക്തമായ സ്വാധീനമായി മർദ്ദത്തിന് ഘടകമാകുന്ന ഒരു വിഷയമാണ്. അവിടെയൊന്നും അത്തരം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന ഒരു വെളിപ്പെടുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏറെ പ്രാധാന്യമർഹിക്കുന്നത് നമുക്കറിയാവുന്നതാണ്, ടൈറ്റൻ എന്ന് പറയുന്ന ഈ പേടകം പൊട്ടിത്തെറിക്കുകയായിരുന്നില്ല, ഞെരിഞ്ഞി അമരുകയായിരുന്നു. ഇംപ്ലോഷൻ എന്നാണ് കൃത്യമായും അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതിൻ്റെ ചിത്രങ്ങളെല്ലാം തന്നെ തകർന്നടിഞ്ഞ് ഇത് കടലിനടിയിൽ കിടക്കുന്ന ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്ത് തന്നെയായാലും ഗുരുതരമായൊരു ആരോപണമാണ് ഈ മുൻ ജീവനക്കാരൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതീവ ഗൗരവമുള്ളൊരു വിഷയമാണ്. മനുഷ്യജീവൻ വെച്ച് കളിക്കുക തന്നെയാണ് ചെയ്തത് എന്ന് കൃത്യമായും അനുമാനിക്കാവുന്നൊരു സാധ്യതയാണ്. 2018 തന്നെ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നറിയിപ്പ് നൽകിയിട്ടും അതിലൊരു നീക്കം അല്ലെങ്കിൽ ഒരു പ്രതിരോധ നടപടിയോ സുരക്ഷാ നടപടിയോ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. വെറും പണത്തിനു വേണ്ടി ഇത്തരത്തിലൊരു അപകടം പിടിച്ച പണിക്ക് സാധാരണക്കാരെ പ്രേരിപ്പിക്കുകയും അവരുടെ മനുഷ്യൻ്റെ ജീവൻ വെച്ച് കളിക്കുകയും ചെയ്തു എന്ന് തന്നെയാണ് നിലവിലെ സൂചനകളിൽ നിന്നും വായിച്ചെടുക്കാവുന്നത്. ശരി, ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. ഇത് സംബന്ധിച്ചും ഇനി എന്താണ് കമ്പനിയുടെ പ്രതികരണമെന്നും ഇതിൽ എന്ത് തുടർ നടപടി ഉണ്ടാകുമെന്നും അന്വേഷണം ഉണ്ടാകുമോ എന്തൊക്കെയാണെന്നുള്ള വിവരങ്ങൾക്കായും നമുക്ക് കാത്തിരിക്കാം. എന്തായാലും